എല്ലാവർക്കും അറിയാം, നിങ്ങൾ ദൃശ്യത്തിലൊക്കെ കണ്ടു കാണും. തൃശ്ശൂർ ഇപ്പോൾ പൂര ലഹരിയിൽ തന്നെയാണ്. അവിടെ ഇപ്പോൾ ഒറ്റ സംസാരമേ ഉള്ളൂ. ആരോട് സംസാരിച്ചാലും തൃശ്ശൂർ പൂരം. വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്കുള്ള കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് ഇപ്പോൾ നടക്കുകയാണ്. ഇക്കുറി തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനാണ് ചെമ്പുക്കാവ് ഭഗവതിയുടെ തിറം പറ്റുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കോവിഡ് കാലം നമ്മളെ തകർത്തെറിഞ്ഞപ്പോഴും നമ്മൾ ഈ സ്റ്റുഡിയോയിലൊരു പൂരം അനുഭവിച്ച് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നടന്നു വരുന്ന സംഭവമാണ്. ആ സമയത്ത് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ നമ്മൾ ഫ്ലോറിൽ കൊണ്ടുവന്നു. ചെറിയ കാര്യമല്ല കേട്ടോ. ഇന്ന് മാത്രമല്ല, അത് ലോകത്തെ വലിയ വലിയ എക്സിബിഷനുകളിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണിച്ചു. ഈ യന്ത്രത്തിൻ്റെ സാധ്യതകൾ പഠിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും രാമചന്ദ്രനെ നമ്മൾ ഫ്ലോറിൽ കൊണ്ടുവന്ന് കാണിക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണുന്നത് തൃശ്ശൂർക്കാർക്കൊരു സായുജ്യം പോലെയാണ്. രാമചന്ദ്രൻ വന്നാൽ എല്ലാം ആയി എന്നുള്ളതാണ് അവിടെ പ്രധാനം. ഇപ്പോൾ ഇത്തവണ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഏറ്റുന്നത്. 8 മണിയോടെയാണ് കടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങളുടെ വരവ്. ഇന്ന് വൈകുന്നേരം 5:30 മണിയോടെ കാഴ്ചയുടെ വിസ്മയമായ കുടമാറ്റം നടക്കും. എന്തായാലും തെക്കേ നടയിൽ നമ്മൾ ആൽഫി താജ് ഇബ്രാഹിം നിൽപ്പുണ്ട്. അതുപോലെ കൂടെ സ്മിത ഹരിദാസ് ഉണ്ട്. അതേപോലെ നിഖിൽ പ്രമീഷ്, സുർജിത്ത് അയ്യപ്പത്തെ, ശ്രീകാന്ത്, ബിപിൻ സി വിജയൻ. അതിവിപുലമായ ഒരു വാർത്താ പകലൊരുക്കാൻ വേണ്ടി ഇവരെല്ലാവരും സജ്ജമാണ്. ഇവരെല്ലാം പൂരഗടികളാണ് കേട്ടോ. പൂരമായിട്ട് ഇവർക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബന്ധമുണ്ട്. എല്ലാവരും പൂരം വിപുലമായി കവർ ചെയ്ത നാളുകൾ അവരുടെ എല്ലാം മനസ്സിലുണ്ടായിരിക്കും. നമ്മൾ ആഷ്മി താജ് ഇബ്രാഹിമിലേക്ക് വന്നു. ആഷ്മി, നമ്മുടെ പൂരഗടികളെല്ലാം ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റ വെടിക്കെട്ട് സാമ്പിളായിട്ട് നടത്തി കളയാം. പറയൂ. അപ്പൊ എസ് കെ അങ്ങനെ കൊട്ടിക്കേറുകയാണ് കണിമംഗലം ശാസ്ത്ര അല്പസമയം മുമ്പ്. അതിന്റെ അവസാനത്തെ അംഗം അവസാനത്തെ 9ാമത്തെ ആനത്താകത്ത് കടക്കാണ്. എസ് കെ ഇതിന്റെ പ്രത്യേകത, സാധാരണഗതിയിൽ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരം തുറന്ന് ഇങ്ങോട്ടേക്ക് വന്ന് പൂരവിളംബരം നടത്തിയതാണെങ്കിൽ ഇതിപ്പോൾ കണിമംഗലം ശാസ്താവ് ഇവിടുന്ന് അങ്ങോട്ട് നടന്നു കയറുകയാണ്. അതാണ് കാര്യം. ബൃഹസ്പതിയാണ്, അതിനുള്ള അവകാശമുള്ളത് ബൃഹസ്പതിക്ക് ദേവഗുരുവിന് മാത്രമാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കടക്കുന്നു. അങ്ങോട്ടേക്ക് കടന്ന് വടക്കുന്നാഥനോട് പോയി അവിടുന്ന് വടക്കുന്നാഥനെ വണങ്ങുന്ന പതിവ് നമ്മുടെ കണിമംഗലം ശാസ്താവിനില്ല. അപ്പോൾ കണിമംഗലം ശാസ്താവ് ഞാനിവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഒരു തുല്യരാണ് എന്ന് പറഞ്ഞാൽ കട്ടയാണ്, ഇഞ്ചാണ്, ഗുരുവാണ്. വണക്കമില്ല. അപ്പോൾ വന്നിട്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതുവഴി പടിഞ്ഞാറ് അങ്ങ് പോവാണ് സ്കാൻ. അപ്പോൾ അതോടുകൂടി തുടക്കമാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നെ ഓരോന്നോരോന്നുള്ള വരവാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ രാവിലെ വരുമ്പോൾ കുറച്ച് ആൾ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ കണിമംഗലം ശാസ്താവ് എത്തിയപ്പോൾ ആ ദേശം ഒന്നാകെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾ അതിനോടൊപ്പം വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഇവിടെ പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്ത മട്ടിലുള്ള അത്രയും ആളുകൾ വരാൻ പോകുന്നു. എസ് കെ ഇന്നലെ നല്ല ചൂടായിരുന്നു. ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആ ചൂടിനെയൊക്കെ മാറ്റിക്കൊണ്ട് ആ ചൂടിനെ നിലാവാക്കി മാറ്റി. അതുപോലെ ലാലൂര്, അയ്യന്തോള്, ചെമ്പുക്കാവ് അങ്ങനെ ചെറുപൂരങ്ങളുടെയും വരവായി. ഇതോടുകൂടി തന്നെ ഓരോ ചെറുപൂരങ്ങളും എത്രയും ആവേശത്തോടെ തന്നെ എല്ലാ ദേശക്കാരും, ഇപ്പൊ നമ്മൾ ഈ കൊടികയറ്റത്തിൽ തന്നെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. ദേശക്കാരാണ് കൊടി കയറ്റുക, അതുപോലെ തന്നെയാണ് പൂരം കയറ്റുന്നതും. അവരിങ്ങനെ ദേശക്കാരെല്ലാം ഒഴുകി ഇങ്ങനെ ഒരു നദി പോലെ വന്ന് ഇവിടെ ഒരു കടൽ പോലെ പൂരത്തിൽ അലിയുന്നത് കാണാൻ എത്ര ഭംഗിയാണ് ഈ കാഴ്ച കാണാൻ. പിന്നെ ആനകൾ എന്ന് പറഞ്ഞാൽ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇവിടെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. എസ് കെ എന്ന് പറഞ്ഞ ഈ ആനപ്പിണ്ടത്തിന്റെ ചൂര് പോലും ഗൃഹാതുരത്വമുള്ള എന്ന് പറഞ്ഞാൽ അത്രയധികം. ഒരു ചേട്ടനെ ഞാൻ കണ്ടു. ആ ചേട്ടൻ ഏറ്റവും ഒരു നൊസ്റ്റാൾജിയ ആനപ്പിണ്ടത്തിന്റെ ആ ചൂരാണ്. അല്ല ആനപ്പിണ്ടത്തിന്റെ ചൂര് നൊസ്റ്റാൾജിയുള്ള ഒത്തിരി പേരുണ്ട്. പിന്നെ ഒരുപാടുണ്ട്. ദീപട്ടിയുടെ ഒരു പ്രത്യേകമാണ്. തീർച്ചയായിട്ടും അതെ, പ്രത്യേകം അറിയാൻ പറ്റും. ആ വെടിക്കെട്ട് ഇങ്ങനെ കത്തുമ്പോഴത്തേക്ക് അതിൽ മിന്നുന്ന ചില മോഹം. തീർച്ചയായിട്ടും അത് കഴിഞ്ഞു പോകുന്ന പുകയുടെ മണം വരെ. അതെ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒപ്പം നമ്മുടെ മറ്റൊരു ചെറിയ രാമചന്ദ്രനായ സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത് വയനാട്ടിൽ നിന്ന് പറന്നു വന്നിരിക്കുക തൃശ്ശൂരിലേക്ക്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, നമ്മുടെ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിറമ്പേറ്റുന്ന ദൗത്യം രാമചന്ദ്രൻ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രതിഭാസമാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എസ് കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചെമ്പുക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ മേളം നേരത്തെ തുടങ്ങിയതാണ്. പഞ്ചവാദ്യം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. നാദസ്വരം നേരത്തെ ഉണ്ടായിരുന്നു. നാദസ്വരത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോട് കൂടിയാണ് ചെമ്പുക്കാവ് ഭഗവതി ഇവിടെ നിന്നും എഴുന്നള്ളുന്നത്. അത് നേരെ പോകുന്നത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ പുറത്ത് ഏറിക്കൊണ്ടാണ് ഭഗവതിയുടെ പ്രയാണം. നേരെ പോകുന്നത് പുഷ്പാർച്ചനയോടുകൂടി തന്നെ ആളുകൾ രാമചന്ദ്രനെ സ്വീകരിക്കുന്നു. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3 ആനകളാണ് ഈ ദേശത്തിന്റെ ഭാഗമായുള്ളത്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ജവഹർ ബാലഭവൻ വഴി ടൗൺ ഹാൾ വഴി കടന്ന് നേരെ പാറമേക്കാവിന് മുന്നിലൂടെ കിഴക്കേ ഗോപുരം വഴിയാണ്
ചെമ്പുക്കാവ് ദേശം ഈ വടക്കുന്നാഥന്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുക. ഇവിടെ പഞ്ചവാദ്യം തുടങ്ങിയിരിക്കുന്നു. തിമിലയും മദ്ദളവും കൊമ്പും കുഴലും അതോടൊപ്പം ഇലത്താളവും ചേരുന്ന ഇടക്കയും ചേരുന്ന പഞ്ചവാദ്യം, അതിന്റെ സമ്മിശ്രമായ ആ ഒരു സംഗീതധാര നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതൊരു വർണ്ണാഭമായ കാഴ്ച. അതിന്റെ മറുഭാഗത്ത് തലയാട്ടി നിൽപ്പുണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ട തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇന്നത്തെ ഫോക്കസ് മുഴുവൻ ഒരുപക്ഷെ രാമചന്ദ്രനിലേക്കാകും. കാരണം ഇവിടെ ഈ ഉത്സവത്തെ, അതായത് തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഈ നെയ്തലക്കാവിലമ്മയുടെ തലേ ദിവസത്തെ എഴുന്നള്ളത്ത് അത് ജനകീയമാക്കിയതിൽ വലിയ പങ്ക് ഈ ആനയ്ക്കുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എടുത്ത് പറയേണ്ട കാര്യം കൂടിയാണ്. കാരണം അത്ര വലിയ രീതിയിലുള്ള ജനകീയ പങ്കാളിത്തം ആ ഒരു ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആനയാണ്. കാരണം ഈ ആനയെ സംബന്ധിച്ചുള്ള വലിയ ആരാധക വൃന്ദം ഈ എല്ലായിടത്തുമുണ്ട്. 1964 ഈ ആനയെ ബീഹാറിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് മോട്ടിപ്രസാദ് എന്നുള്ള പേരായിരുന്നു. ഇവിടേക്ക് എത്തി 84 ദേവസ്വം തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിന്റെ ഭാഗമായി 84 ആന മാറി. ഒരുപക്ഷെ തെച്ചിക്കോട്ടുകാവ് എന്ന് പറയുന്ന പേരാമംഗലത്തെ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് തന്നെ എത്തിക്കുന്നതിൽ ഈ ആന വലിയ പങ്കുവഹിച്ചു. ആ ആനയാണ് നേരത്തെ നെയ്തലക്കാവിന്റെ ഭാഗമായെല്ലാം തന്നെ തലേ ദിവസത്തെ എഴുന്നള്ളത്തിനെല്ലാം തന്നെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ടായിരുന്നു. ഇത്തവണ അത് ചെമ്പൂക്കാവിനാണ് ആ ഒരു നിയോഗം. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് രാമചന്ദ്രൻ ഇവിടെ നിന്നും എഴുന്നള്ളുന്ന ആ ഒരു കാഴ്ചയ്ക്ക് അല്പസമയത്തിനകം തന്നെ സാക്ഷ്യം വഹിക്കും. ഇപ്പോൾ പഞ്ചവാദ്യം തുടങ്ങിയിട്ടുണ്ട്. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോട് കൂടിയാണ് ഈ ദേശം ഒന്നടങ്കം ഈ തൊട്ടടുത്തുള്ള വടക്കുന്നാഥ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുക. ഇവിടെ നിന്നും അധിക ദൂരമില്ല, അധിക ദൂരം യാത്ര ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് രാമചന്ദ്രനെ ഇവിടെ നിന്നും എഴുന്നള്ളിക്കാനുള്ള തീരുമാനം ദേവസ്വം എടുത്തിട്ടുള്ളത്. രാമചന്ദ്രൻ വന്നതോടുകൂടി ഒരുപക്ഷെ ഈ ഘടകപൂരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂരമായി ഈ ചെമ്പൂക്കാവ് ദേശത്തിന്റെ പൂരം കൂടി മാറി എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. നേരത്തെ ഈ ദേവസ്വത്തിന്റെ എല്ലാം തന്നെ ഭാരവാഹികൾ ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. എന്തായാലും വളരെ ആവേശത്തോടു കൂടി രാമചന്ദ്രനെ സ്വീകരിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു മനുഷ്യ പുഴ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഇങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്ന്, രാമചന്ദ്രനെ മാത്രമല്ല മറ്റു ദേശങ്ങളിൽ നിന്ന് എല്ലാം തന്നെ ആൾക്കൂട്ടം ഒഴുകിയെത്തും. അത് അവസാനം വൈകിട്ടോടുകൂടി ഒരു ജനസാഗരമായി മാറുന്ന കാഴ്ചയ്ക്ക് പൂരത്തിന്റെ നഗരി സാക്ഷ്യം വഹിക്കും. 1760 ആ ഘട്ടത്തിലാണ്, അത്രയും പഴക്കമുണ്ട് തൃശൂർ പൂരത്തിന്. പക്ഷേ അതിന്റെ ഒരു ചുറ്റവട്ടങ്ങൾ എങ്ങും തനിമ ചോരാതെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. വലിയ കാലോചിതമായ മാറ്റത്തിന് പൂർണ്ണമായും വലിയ അളവിൽ വിധേയമാകാത്ത വിധത്തിൽ തന്നെ ഈ പൂരം ചുറ്റവട്ടങ്ങളോടുകൂടി അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വർണ്ണാഭമായ രീതിയിൽ തന്നെ ഈ രാമചന്ദ്രനെ വരവേൽക്കാൻ വേണ്ടി ചെമ്പൂക്കാവ് ദേവസ്വം ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. അവർ പൊന്നാട അണിയിച്ചുകൊണ്ടും പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടുമാണ് ഈ ആനയെ സ്വീകരിച്ചത്. രാമചന്ദ്രനെ അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് ഈ പഞ്ചവാദ്യം കൊട്ടിക്കയറിയ ശേഷം അല്പസമയത്തിനകം ഇവിടെ നിന്നും എഴുന്നള്ളത്ത് ആരംഭിക്കും. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരമേയുള്ളൂ ഈ വടക്കുന്നാഥ ക്ഷേത്ര തിരുസന്നിധിയിലേക്ക്. അത്രയും ദൂരം ഇവിടെ നിന്ന് യാത്രയും ഈ തൃശൂർ പഴയ മൃഗശാല മ്യൂസിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. അതായത് ഏതാണ്ട് അടുത്ത് തന്നെയാണ്, ടൗൺ ഹാളിന് അടുത്ത് തന്നെയാണ്, രാമനിലയത്തിന്റെ ഒക്കെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രമുള്ളത്. ഇവിടെ നിന്നും നേരെ പോകുന്നത് ജവഹർ ബാലഭവൻ വഴിയാണ്. ബാലഭവൻ വഴി നേരെ കയറി ഇവിടെ നിന്നും പിന്നീട് ടൗൺ ഹാൾ റോഡിലൂടെ കടന്ന് അക്കാഡമിക്ക്, സാഹിത്യ അക്കാദമി ആ ഭാഗത്തു കൂടി കടന്നുപോയി നേരെ അത് എത്തുന്നത് കിഴക്കേ ഗോപുരം വഴിയാണ്. ഇവർ അതായത് ഈ ചെമ്പൂക്കാവ് ദേശം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് കയറുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാമചന്ദ്രൻ ഇതിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ചെമ്പൂക്കാവ് ദേശത്തെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലേക്ക് മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവിടെ മാത്രമല്ല, ചെമ്പൂക്കാവിൽ മാത്രമല്ല, മറ്റിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ എഴുന്നള്ളിപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് കടന്ന ശേഷം ഉൾവശത്ത് പഞ്ചവാദ്യം അവസാനിപ്പിക്കും. പിന്നീട് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തെക്കേ ഗോപുരം തന്നെ ഇറങ്ങി ആ മേളം കലാശിക്കും. തിരിച്ച് തിടമ്പേറ്റി ഒരാനപ്പുറത്ത് അകത്ത് കയറി വടക്കുന്നാഥനെ പ്രദക്ഷിണം വെച്ച് കിഴക്കേ ഗോപുരം വഴി തന്നെയാണ് ഇവിടേക്ക് തന്നെ, അതായത് ചെമ്പൂക്കാവിലേക്ക് തന്നെ ഈ ആനയുടെ അല്ലെങ്കിൽ ഈ ഭഗവതിയുടെ തിരിച്ച് എഴുന്നള്ളത്ത്, ആനയുടെ പുറത്തേറിക്കൊണ്ട് ഭഗവതിയുടെ തിരിച്ചെഴുന്നള്ളത്ത് ഇവിടേക്ക് തന്നെയാണ്. രാത്രി ഇതിന്റെ തനിയാവർത്തന ചടങ്ങുകളും
നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ദേശം ഒന്നടങ്കം അല്പസമയത്തിനകം തന്നെ ഭഗവതി ഇവിടെ നിന്നും യാത്രയാക്കും. ഇങ്ങനെ തന്നെയാണ് നെയ്തലക്കാവിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ലാലൂരിൽ, അയ്യന്തോളിൽ, പനമുക്കുമള്ളിയിൽ നിന്ന് അങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്ന് മൊത്തം 8 ഭഗവതിമാരും ഒപ്പം 2 ശാസ്താക്കളുമാണ് ഈ ക്ഷേത്രത്തിന്റെ ഘടക ക്ഷേത്രങ്ങൾ. വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് എത്തുന്ന ഘടക ക്ഷേത്രങ്ങൾ. ആ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. SKN അല്പസമയത്തിനകം തന്നെ ഈ ദേശം വിട്ടുകൊണ്ട് ഭഗവതി വടക്കുന്നാഥന്റെ തിരുസന്നിധിയിലേക്ക് എഴുന്നള്ളും. SKN. സുർജിത് തയ്യബ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പൂരം കൊട്ടി കയറുകയാണെന്നൊക്കെ ആൾ പറയില്ല എന്ന് പറയുന്ന പോലെയാണ്. എന്തായാലും ഇന്ന് പൂരപ്പറമ്പിൽ നടക്കുന്ന വിസ്മയകരമായ കാഴ്ച ലോകത്ത് ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയില്ല.